അസ്സലാമു അലൈക്കും. അഫ്സൽ മദീനയാണ്. മദീനയുടെ ചരിത്രം തേടിയുള്ള ഇന്നത്തെ യാത്ര മദീനയിലെത്തുന്ന തീർത്ഥാടകരിൽ പലരും എത്താത്ത ഒരു സ്ഥലത്തേക്കാണ്. ഉഹദ് ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു കുന്നിൻ ചെരുവിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ഉഹദിന് എതിർവശം 700 മീറ്റർ ദൂരത്താണ് ഈ കുന്നിൻ ചെരുവുള്ളത്. ഈ കുന്നിൻ ചെരുവിലാണ് മസ്ജിദുൽ അൽഫസ്ഹ ഉള്ളതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉഹദ് യുദ്ധത്തിൽ പരിക്ക് പറ്റിയപ്പോൾ സഹാബികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച ഗുഹയുള്ളതും അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മല വിളർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച മറ്റൊരു ഗുഹയുള്ളതും. ഉഹദ് ചരിത്ര സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്രം ഇതാണ്. മക്കയിൽ നിന്നും പലായനം ചെയ്ത് മദീനയിലെത്തിയ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബിമാരോടും മക്കയിലെ ശത്രുക്കൾ യുദ്ധത്തിനൊരുങ്ങിയുണ്ടായി. ആ യുദ്ധമായിരുന്നു ബദർ യുദ്ധം. ബദറിലെ വിജയത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമ്രാജ്യവും ഇസ്ലാമിക സമൂഹത്തെയും വളരെ വേഗത്തിൽ പടുത്തുയർത്തി. ബദറിലെ യുദ്ധപരാജയത്തിന് പ്രതികാരമായിട്ട് 1 വർഷത്തിനു ശേഷം മക്കയിലെ ഖുറൈശി ഗോത്രം മദീനയിലേക്ക് പടയൊരുക്കം നടത്തി. അതാണ് ഉഹദ് യുദ്ധം. മുത്തുനബിയെ ധിക്കരിച്ചതിൻ്റെ ഫലമായിട്ട് ഇസ്ലാമിക സമൂഹം പരാജയം അനുഭവിച്ച ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. യുദ്ധത്തിൻ്റെ അവസാനം ഇസ്ലാമിക സമൂഹം വിജയിച്ചുവെങ്കിലും 70 സഹാബിമാർ ഉഹദ് രണാങ്കണത്തിൽ ഷഹീദായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിക്ക് പറ്റി. മുൻപല്ല് പൊട്ടി ചോര ദ്വാരദ്വാരയായി ഒഴുകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടുവെന്നുള്ള കിംവദന്തി പരന്നു. സഹാബികൾ പരിഭ്രാന്തരായി. പരിക്ക് പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബക്കർ തങ്ങളും അലിയാർ തങ്ങളും ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു. ആ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തം വീണു. ഗുഹയിൽ ഇപ്പോഴും കസ്തൂരിയുടെ ഗന്ധം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. യുദ്ധത്തിന്റെ 2ാം ഘട്ടത്തിൽ പരിക്ക് പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഗുഹയിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം മറ്റൊരു ഗുഹയിലേക്ക് ഒളിപ്പിക്കുകയുണ്ടായി. സന്ദർശകരുടെ തിരക്ക് കാരണം അത് അടച്ചു വച്ചിരിക്കുകയാണ്. ഉഹദ് യുദ്ധം വിജയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമസ്കാരം ജമ്മാക്കി നിർവഹിച്ചെടുത്ത് പിൽക്കാലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ അൽഫസ്ഹ്. പിൽക്കാലത്ത് പൂർണ്ണമായും തകർന്നു പോയിരുന്നുവെങ്കിലും ചെറിയൊരു ഭാഗം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. ഈ രൂപത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പുനർനിർമ്മിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിക്കുവാൻ സഹാബികൾ തിക്കും തിരക്കും ഉണ്ടാക്കി. ഈ സന്ദർഭത്തിൽ സ്ഥലം ഒരുക്കിക്കൊടുക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചർക്ക് നിർദ്ദേശം നൽകി. ഖുർആനിൽ വിശാലതയെക്കുറിച്ചുള്ള സൂക്തവും ഇവിടെയാണ് അവതരിച്ചിട്ടുള്ളത്. ഓ സത്യവിശ്വാസികളെ, സദസ്സുകളിൽ വിശാലത ചെയ്യൂ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സൗകര്യപ്പെടുത്തണം. എങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്കും വിശാലത ചെയ്യും. പിരിഞ്ഞു പോകണമെന്ന് നിർദ്ദേശമുണ്ടായാൽ മടങ്ങിൽ പോകുക. ശുദ്ധ ഖുർആൻ അധ്യായം അൽ മുജദ്ദില സൂക്തം 11 ഇപ്രകാരം പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.